നമസ്കാരം. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം ലംഘിച്ചുകൊണ്ട് അതിർത്തി കടന്ന് അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ പാക് വ്യോമസേന ഒരു ആക്രമണം നടത്തിയിരുന്നു. വലിയ ഡാമേജ് ഒന്നും പറ്റിയില്ല എന്നാണ് അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടത്. പക്ഷെ അപ്പോൾ തന്നെ ഏവരും കരുതിയിരുന്നു ഒരു വലിയ തിരിച്ചടി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നേർക്ക് നൽകുമെന്ന്. കാരണം മുൻപും ഇത്തരത്തിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്ന് ഏവരും കരുതി. കാരണം അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി മുത്താഖി ഇന്ത്യയിലെത്തിയ സമയമാണ്. അത്തരമൊരു സമയം അഫ്ഗാൻ തിരിച്ചടിക്കാനെ ഉപയോഗിക്കില്ല എന്ന് കരുതി. പക്ഷേ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് അവരുടെ 201 ബറ്റാലിയൻ ഖാലിദ് ബിൻ വാലിദ് ആർമി കോർപ്സ് കനത്ത ആക്രമണം ഇപ്പോൾ പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആരംഭിച്ചു. 20ഓളം സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തു, 4ഓളം പ്രവിശ്യകൾ പിടിച്ചെടുത്തു, 12 പാക് സൈനികർ കൊല്ലപ്പെട്ടു, 5 പേർ കീഴടങ്ങി. ഇനി ഈ പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട പ്രവിശ്യകൾ ഏതൊക്കെയെന്ന് നോക്കാം. നൻഗർഹറിലെ ബന്ദർ പ്രവിശ്യ, കുനാറിലെ ഷാഹി കണ്ടോ, സഹായി ആരൂബ്, ഹെൽമണ്ടിലെ ബഹറാം ഛ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ അവരുടെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം താലിബാൻ പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, പരമാധികാരത്തിൽ കൈവച്ചാൽ ഇല്ലെങ്കിൽ അതിർത്തി കടന്ന തങ്ങൾ നോക്കിയിരിക്കില്ല എന്ന്. അതിനുശേഷം പുലർച്ചെ 1 മണിയോടുകൂടി വലിയ രീതിയിലുള്ള കരയാക്രമണം അഫ്ഗാനിസ്ഥാൻ നടത്തുകയായിരുന്നു. ഇതോടുകൂടി പാകിസ്ഥാൻ പതറി. നിലവിൽ പാകിസ്ഥാനിന് ഉള്ളിൽ തെഹരിക്കെ താലിബാൻ, അതായത് താലിബാൻ പിന്തുണയ്ക്കുന്ന സംഘടന തെഹരിക്കെ താലിബാൻ, ആ തെഹരിക്കെ താലിബാൻ പാകിസ്ഥാന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറേ കാലമായി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. അനവധി ഭീകരാക്രമണങ്ങൾ അവർ നടത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെഹരിക്കെ താലിബാനെ ഒതുക്കുവാനായി, അവരെ തകർക്കുവാനായി പാകിസ്ഥാൻ സേനയും പോലീസും ഒരു വലിയ ഓപ്പറേഷന് തുടങ്ങി വെച്ചിരുന്നു. അപ്പോൾ തന്നെ അവരും കരുതിയിരുന്നതാണ് ഇത് അഫ്ഗാനിസ്ഥാനുമായി ഒരു ഏറ്റുമുട്ടലിൽ കലാശിക്കുകയെന്ന്. ഏതാണ്ട് ഇപ്പോൾ അങ്ങനെ എത്തി നിൽക്കുന്നു. ഏതായാലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു തിയറി ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ വ്യോമാക്രമണം നടത്തിയത്. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാന് പറയത്തക്ക വ്യോമസേനയോ ഇല്ലെങ്കിൽ അത്തരം വ്യോമ കരുത്തുകളോ ഇല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളോ ഇല്ലാത്ത ഒരു രാജ്യമാണ്. അവിടെയാണ് ഈ പാകിസ്ഥാൻ അവരുടെ ആ ഒരു അഭ്യാസ പ്രകടനം നടത്തിയതെന്നും ശ്രദ്ധേയമാണ്. ഇവിടെ അവർക്ക് ശക്തിയുള്ളത് കരസേനയിലാണ്. ആ കരസേനയാണ് ഇപ്പോൾ അതിർത്തിയിലേക്ക് പാഞ്ഞു കയറി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നത്. 12ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടു. കാണ്ഡഹാറിലെ മെഹന്ത് ജില്ലയിൽ 5 പാകിസ്ഥാൻ സൈനികർ അഫ്ഗാനിസ്ഥാൻ സേനയ്ക്ക് മുമ്പിൽ കീഴടങ്ങി. വലിയ സൈനിക വിന്യാസം ഇപ്പോഴും ഡ്യൂറന്റ് രേഖയ്ക്ക് സമീപം, അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ അഫ്ഗാനിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇതോടുകൂടി പല പാക് സൈനികരും ബങ്കറിൽ ഒളിവിൽ കഴിയുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അതിനിടയിൽ ഇന്ത്യക്ക് എതിരെ നിലപാട് ഘടിപ്പിക്കാൻ പാകിസ്ഥാൻ മറന്നില്ല. കഴിഞ്ഞ ദിവസം എസ് ജയശങ്കർ മുത്താഖിയും തമ്മിൽ പുറത്തിറക്കിയ ഒരു സംയുക്ത പ്രസ്താവനയുടെ പേരിൽ അഫ്ഗാനിസ്ഥാന്റെ അംബാസഡറെ പാകിസ്ഥാൻ വിളിച്ചു വരുത്തി ശാസിച്ചു. ആ സംയുക്ത പ്രസ്താവനയിൽ പറയുന്ന കാര്യം, ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ മുത്താഖി അപലപിക്കുക മാത്രമല്ല, ഇന്ത്യക്കാരോടും ഇന്ത്യൻ ജനതയോടും ചേർന്ന് നിൽക്കുമെന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുകൂടി ആ സംയുക്ത പ്രസ്താവനയിലുണ്ട്. ജമ്മു കാശ്മീരിനെ കുറിച്ച് മുത്താഖിയുടെ വായിൽ നിന്ന് വന്നതിനെയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതിനിടയിൽ ഈ സമീപകാലത്ത് സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ രൂപീകരിച്ച അറബ് നാറ്റോ എന്ന് പറയുന്ന ആ ഒരു സഖ്യം സ്വാഭാവികമായി പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഓടിയെത്തേണ്ട ഒരു രാജ്യമാണ് ഈ സൗദി അറേബ്യ. കാരണം ഈ കരാർ അനുസരിച്ച് അങ്ങനെയാണ്. പാകിസ്ഥാനെ ആരെങ്കിലും തൊട്ടാൽ അപ്പോൾ ചോദിക്കാനായി രംഗത്തെത്തണം. പക്ഷേ സൗദിയുടെ ഒരു പ്രസ്താവന എത്തിയിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് സൗദി വളരെ പെട്ടെന്ന് ഒരു പ്രസ്താവന ഇറക്കുന്നത്. സൗദി പറയുന്നത്, ഇരു രാജ്യങ്ങളും ഞങ്ങൾക്ക് സഹോദരന്മാരാണ്, അതുകൊണ്ട് തന്നെ സംയമനം പാലിക്കണം എന്ന് മാത്രമാണ് സൗദി പറഞ്ഞത്. മുമ്പ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ സഖ്യവും കരാറുമൊക്കെ ഒരു വഴിക്ക് കിടക്കും. സൗദി അറേബ്യയെ സംബന്ധിച്ച് അവരുടെ സമ്പത്തും ബിസിനസ്സും ഒക്കെ കളഞ്ഞിട്ട് പാകിസ്ഥാനെ പോലെ ഒരു യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടാൻ അവർ ഒരിക്കലും തയ്യാറാവുകയുമില്ല. ഏതായാലും ഇവരൊക്കെ പാകിസ്ഥാനെ ഒരു ലോക്കൽ ഗുണ്ടയായിട്ട് തന്നെയാണ് കരുതുന്നത്. ചെല്ലും ചെലവും കൊടുത്ത് ഈ പ്രവിശ്യയിൽ വളർത്തിയെടുക്കുന്ന ഒരു ഗുണ്ട. ഒടുവിൽ ആ ഗുണ്ട വളർത്തിയ തൻ്റെ കൊട്ടേഷൻ ബ്രാഞ്ചുകളാൽ ആ ഗുണ്ട തകർക്കപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ പാകിസ്ഥാൻ തെഹരിക്കെ താലിബാൻ അങ്ങനെ പാകിസ്ഥാൻ നെഞ്ചേറ്റിയ സപ്പോർട്ട് ചെയ്ത ആ സംഘടനകളെല്ലാം പാകിസ്ഥാനിൽ നിറഞ്ഞാടുമ്പോൾ അവർ മറ്റുള്ള രാജ്യങ്ങൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. ഇതിലിടപെടാൻ ആർക്കും താല്പര്യമില്ല. അതായത് കിട്ടുന്നതെല്ലാം പാകിസ്ഥാൻ ഒറ്റയ്ക്ക് വാങ്ങിയെടുക്കണം. ഇനി തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പാകിസ്ഥാനെ അവർ വിളിക്കും, അപ്പോൾ വരണം പ്രസ്താവന ഇറക്കാനും ആയുധങ്ങൾ നൽകാനും യുദ്ധം ചെയ്യാനുമൊക്കെ. ഇതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാഹചര്യം. ഏതായാലും ഇപ്പോൾ തുടങ്ങിയ ഈ കരയാക്രമണം താൽക്കാലികമായി നിർത്തി വച്ചിരിക്കുന്നു. അത് എപ്പോൾ പുനരാരംഭിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇതിനിടയിൽ ഇന്ത്യയും ജാഗ്രതയോടെയാണ് നിൽക്കുന്നത്. കാരണം മുൻപൊക്കെ അഫ്ഗാൻ പാകിസ്ഥാൻ ആക്രമണം നടക്കുമ്പോൾ പാക് ജനതയുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് തിരിയുകയാണ് പാക് തന്ത്രം. കാരണം
അഫ്ഗാനിസ്ഥാനികൾ വലിയ രീതിയിൽ പാകിസ്ഥാനിലുണ്ട്. ഒപ്പം തന്നെ തെഹ്രിക്കെ താലിബാനെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനികളുമുണ്ട്. അതായത് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, തെഹ്രിക്കെ താലിബാൻ, ഒപ്പം തന്നെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകൾ ഉയർന്നു വരുന്ന പ്രക്ഷോഭം, മറുഭാഗത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സൈന്യം സർവ്വസജ്ജമായി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ ശ്രദ്ധ തിരിക്കുവാനും ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രതിസന്ധി മറികടക്കുവാനും ഒരുപക്ഷെ ഇന്ത്യൻ അതിർത്തിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പെക്കുത്തരങ്ങൾ കാണിക്കുവാൻ പാകിസ്ഥാൻ ഒരുപക്ഷെ ഉരുമ്പെട്ടേക്കാം. ഇതുകൂടി ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി മുത്താഖി ഇന്ത്യയിൽ ഉള്ളപ്പോൾ തന്നെ അവർ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതുതന്നെയാണ് ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.